8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. 20ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൊതുകിണറിൽ അശാസ്ത്രീയമായ രീതിയിൽ ബ്ലീച്ചിംഗ് പൗഡർ നിക്ഷേപിച്ചു. ഇതോടെ അമരമ്പലം പഞ്ചായത്തിലെ കൊമ്പൻകല്ല് പന്തിക്കൽ മേഖലയിൽ കുടിവെള്ളം മുട്ടി. പ്രദേശത്തെ മിക്ക വീടുകളിലും കിണറുകളില്ല. കിണർ കുഴിക്കാൻ പറ്റിയ ഭൂപ്രദേശവുമല്ല ഇവിടം. അതിനാൽ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിന് ഏക ആശ്രയം ഈ കിണറാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അളവിൽ കൂടുതൽ ബ്ലീച്ചിംഗ് പൗഡർ പ്ലാസ്റ്റിക് കവറിലാക്കി കിണറിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. കിണറിലെ വെള്ളത്തിന് ആനുപാതികമായ അളവിൽ ബ്ലീച്ചിംഗ് പൗഡർ വെള്ളത്തിൽ ലയിപ്പിച്ച് ആ വെള്ളത്തിന്റെ തെളിനീരാണ് കിണറിൽ ഒഴിക്കേണ്ടത് എന്നിരിക്കെയാണ് വലിയ അളവിൽ ഒന്നിച്ച് കിണറിൽ ഇട്ടിട്ടുള്ളത്. ആകെ 3 റിങ് വെള്ളമാണ് കിണറിലുള്ളത്. അതിനാൽ തന്നെ ഉപയോഗിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി കിണർ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസവും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ആരാണ് പൗഡർ കിണറിൽ നിക്ഷേപിക്കുന്നതെന്ന് കിണർ നടത്തിപ്പുകാർക്ക് പോലും അറിയില്ല. ഞങ്ങളൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് സംരക്ഷിക്കുന്ന ചുമതല ഞങ്ങൾക്കുണ്ട്. ഇത് ആര് ചെയ്തു വെച്ചാൽ അവരൊന്ന് മുൻപോട്ട് കൊണ്ടുവന്ന് ഇനി ഇത് ചെയ്യാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. പറയാനുള്ളത് ഇത്രയും ആളുകൾ കുടിവെള്ളമാണ്. അപ്പോൾ ഈ ഒരു വേനൽക്കാലം ഇത്രയും രൂക്ഷമായ അവസ്ഥയിൽ ഇങ്ങനെ ചെയ്തതിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റേഷനിൽ പരാതി പോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ HI വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ പോയാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് വേണം. അപ്പോൾ അതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തമായി കിണറില്ലാത്ത കുടുംബങ്ങൾ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും വരെ വെള്ളത്തിന് ബുദ്ധിമുട്ടുകയാണ്. 2016-17 കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കിണർ ഉദ്ഘാടനം ചെയ്തത്. ഹാഡ പദ്ധതി പ്രകാരം 15 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമുക്ക് കിണർ കിട്ടിയത്. പക്ഷേ ഇത്രയും കാലം ഇല്ലാത്ത ചില സംഭവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം ഈ കിണറ്റിൽ ഒരു കവർ കാണുകയും ആ കവറിൽ ഒരുപാട് ബ്ലീച്ചിങ് പൗഡറുണ്ട്. ഇപ്പോൾ ഇന്നലെ നേരം വെളുത്തപ്പോഴാണ് കാണുന്നത് ഒരു കവറിൽ കൂടി ബ്ലീച്ചിങ് പൗഡർ കുറേ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ രുചി വ്യത്യാസം ഒരുപാട് മണം അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ വെള്ളം ഏതോ ചില സാമൂഹ്യ ദ്രോഹികളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നറിയില്ല, അവർ ഇതിൽ കൊണ്ട് കലക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ 20ഓളം കുടുംബങ്ങൾ വളരെ ഈ കടുത്ത വേനലിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുടിവെള്ളം തന്നെ കിട്ടാനില്ലാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പെരുമാറ്റം നമുക്കുണ്ടാകുന്നത്. അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. അതിനുള്ള നടപടികൾ ഉണ്ടാവണം. നമ്മൾ ആശുപത്രിയിൽ HIനെ വിളിച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.